ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളും കടുത്ത പിരിമുറുക്കത്തിലാണുള്ളത്. ചേലക്കരയിൽ വളരെ എളുപ്പത്തിൽ ജയിക്കാമെന്നായിരുന്നു CPIMന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പാർട്ടിയിലെ പടലപ്പിണക്കവും ഭരണവിരുദ്ധ വികാരവും വൻ തിരിച്ചടിക്ക് വഴിയൊരുക്കിയേക്കുമെന്ന ആശങ്കയിലാണ് അവസാന ലാപ്പിൽ നേതാക്കൾ ഉള്ളത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി സ്വന്തം തട്ടകമായി സൂക്ഷിച്ചിരുന്ന ചേലക്കരയിൽ തിരിച്ചടിയുണ്ടായാൽ അത് CPIMനെ ആകെ പിടിച്ചുലയ്ക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കനത്ത തിരിച്ചടി കിട്ടിയപ്പോഴും അതൊന്നും മുന്നണിയെയോ പാർട്ടിയെയോ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കാടിളക്കിയുള്ള പ്രചാരണം നടത്തുകയും മന്ത്രിമാരും MLAമാരും ഒരുമിച്ച് വീടുകൾ കയറിയിട്ടും വൻ തിരിച്ചടിയായിരുന്നു CPIMനുണ്ടായത്. എന്നാൽ തൃക്കാക്കര തങ്ങൾക്ക് ജയിക്കാവുന്ന മണ്ഡലമല്ലെന്നും പരമ്പരാഗത UDF മണ്ഡലമാണെന്നുള്ള ന്യായം നിരത്തി CPIM തടിതപ്പി. 99 സീറ്റിൽ നിന്നും 100 സീറ്റിലേക്ക് എത്തിക്കുമെന്ന വീരവാദം വെറും വാക്കായി പരിണമിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോഴും ഇതേ വാദവുമായാണ് CPIM ജയ്ക്ക് എന്ന യുവ നേതാവിനെ രംഗത്തിറക്കിയത്. എന്നാൽ പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം UDFനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. പുതുപ്പള്ളിയിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും പരമ്പരാഗത UDF മണ്ഡലമെന്ന സ്ഥിരം പല്ലവി തന്നെ അവർ ആവർത്തിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പിടിക്കാൻ CPIM നേതൃത്വം രംഗത്തിറക്കിയത് മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനെയായിരുന്നു. LDF മന്ത്രിസഭയിൽ പിണറായി കഴിഞ്ഞാൽ രണ്ടാമനായിരുന്നല്ലോ K രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെ ആലത്തൂരിൽ മത്സരിപ്പിച്ചു. അദ്ദേഹം വളരെ സ്വാധികനും ജനകീയനുമായതിനാൽ അവിടെ വിജയിച്ചു കയറി. മറ്റെല്ലാ സീറ്റിലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും CPIMന്റെ മാനം കാത്തത് K രാധാകൃഷ്ണനായിരുന്നു. എന്നാൽ ചേലക്കരക്കാർക്ക് അതൊരു കനത്ത നഷ്ടമായിട്ടാണ് വന്നു ഭവിച്ചത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ജനകീയനായൊരു മന്ത്രിയെ അവർക്ക് നഷ്ടമായി. ഇത്രയും സീനിയർ ആയൊരു നേതാവിനെ എന്തിനാണ് പാർലമെന്റിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി ഇരുത്തിയതെന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് പോലും ഉത്തരമില്ല. പാലക്കാടായിരുന്നല്ലോ CPIMന്റെ നേതാക്കളെല്ലാം തമ്പടിച്ചിരുന്നത്. വിജയപ്രതീക്ഷ തീരെയില്ലാത്ത പാലക്കാട് സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും പരിഗണിക്കാതെ കോൺഗ്രസിൽ നിന്നും ചാടി വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. ഒരു പരീക്ഷണത്തിന് മുതിരുമ്പോഴും ചേലക്കരയിലെ യഥാർത്ഥ രാഷ്ട്രീയ കാലാവസ്ഥ അവർ മൂടിവെച്ചു. പാലക്കാട് നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കായിരുന്നു CPIM പ്രാധാന്യം നൽകിയത്. ഒരു നീലപ്പെട്ടിക്ക് പിന്നാലെ ദിവസങ്ങളോളം ഓടിയത് എന്തിനെന്ന ചോദ്യവുമായി പാലക്കാട്ടെ പ്രമുഖ നേതാവായ കൃഷ്ണദാസിന് പരസ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ചേലക്കരയിൽ CPIM കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത്. പൂരം കലക്കി തൃശൂർ സീറ്റ് BJPയുടെ ഉള്ളം കൈയിൽ വെച്ചുകൊടുത്തത് ആരാണെന്ന ചോദ്യത്തിന് ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണല്ലോ. CPIക്ക് അത്യാവശ്യം വേരോട്ടമുള്ള മണ്ണാണ് ചേലക്കര എന്ന സത്യം CPIMനും അറിയാം. ചേലക്കരയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയും CPIMന് തലവേദന സൃഷ്ടിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പൂരം കലക്കിയത് ADGP MR അജിത് കുമാറിന്റെ RSS ബന്ധത്തിന്റെ ഫലമായാണെന്ന് PV അൻവർ ആരോപിച്ചതോടെയാണ് CPI ആരോപണം ഘടിപ്പിച്ച് രംഗത്തെത്തിയത്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് VS സുനിൽകുമാറിന്റെ ആരോപണങ്ങളിൽ ഒന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല. ഇതൊക്കെ തിരിച്ചടിക്ക് ആക്കം കൂട്ടുമെന്ന ഭയത്തിലാണ് CPIM. ഫലത്തിൽ ചേലക്കരയിൽ തിരിച്ചടി ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെയും ഉന്നത CPIM നേതാക്കളുടെയും തലയിൽ വരുമെന്ന ആശങ്കയാണ് പാർട്ടിയെ ഇപ്പോൾ ഉലയ്ക്കുന്നതും.